ഹനീഫ വധം രാഷ്ട്രീയ കൊലപാതകമെന്ന സാധ്യത തള്ളി പോലീസ്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിലാണ് ഹനീഫ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ നിലപാട് കൊലപാതകത്തിന് ചുക്കാൻ പിടിച്ച ഐ ഗ്രൂപ്പ് നേതാക്കളെ രക്ഷിക്കാനാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ചാവക്കാട്ടെ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഹനീഫ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിഗമനമാണ് 3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ചിനുള്ളത്. ഹനീഫ അവിടെ ഈ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹനീഫയുടെ ഈ പ്രതികൾക്ക് ഒരു വിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിരോധം ആണ് ഈ കൊലപാതകത്തെ കലാശിച്ചിരുന്നത്. മുഖ്യപ്രതിയായ ഷമീർ ഐ ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനും കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപന്റെ അടുത്ത അനുയായിയുമാണെന്ന കണ്ടെത്തലോടെ ഐ ഗ്രൂപ്പിന്റെ പ്രാദേശിക നേതൃത്വത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് പോലീസ് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അതേസമയം ഹനീഫ വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. ഗോപപ്രതാപനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഗോപപ്രതാപന്റെ വ്യക്തിവൈരാഗ്യം ഈ ഗുണ്ടകളെ വെച്ചിട്ട് ഗോപപ്രതാപൻ തീർത്തു. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റും പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.